സലീം കുമാറിൻ്റെ മകൻ ചന്തുവിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് മീഡിയക്കാർക്കെതിരെ പൊട്ടിത്തെറിയുവാണ്. സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ക്യാമറയും പിടിച്ചുകൊണ്ട് ചുറ്റിനും കിടന്ന് കറങ്ങുവാണ്. അവർക്ക് അവിടെ നിൽക്കാനോ ശ്വാസം വിടാൻ പോലും അവർക്ക് പറ്റുന്നില്ല. കാര്യം ക്യാമറയും പിടിച്ചുകൊണ്ട് ഇവന്മാർ ഇങ്ങനെ നിൽക്കുക. ഇതിപ്പോൾ ഏതൊരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അവരുടെ ഇമോഷൻസ് റെസ്പെക്ട് ചെയ്യാതെ ഒരു ക്യാമറയും കൊണ്ട് ഇങ്ങനെ കിടന്ന് കറങ്ങുക. അവർക്ക് നിന്ന് തിരിയാനായിട്ട് പറ്റത്തില്ല. അപ്പം സ്വാഭാവികമായിട്ട് ആരായാലും ഇത് പ്രതികരിക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതികരണം ഇത്തിരി ലേറ്റായി പോകുന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി പല ആൾക്കാരും പ്രതികരിക്കും. ഒരു ക്യാമറയും കൊണ്ട് ഓരോ ആളുടെ പ്രൈവസിയിലോട്ട് ഇടിച്ച് കയറുന്നതിനകത്ത് ഒരു മര്യാദയൊക്കെ ഉണ്ട്. നിനക്കൊന്നും ആ ഒരു ബോധം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെങ്കിൽ പിന്നെ നീ ഈ ഒരു പണിക്ക് നിൽക്കരുത്. നിന്റെയൊക്കെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ മരിക്കുമ്പോൾ ഇതണക്ക് ഇങ്ങനെ ക്യാമറയും പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ നീയൊക്കെ സഹിക്കുമോ? ഇവിടെ ചന്തുവിന്റെ വീഡിയോ ഞാൻ കാണിക്കാം. അവൻ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന്. എന്തിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി തോന്നിവാസം കാണിക്കുന്നത് ഇവന്മാരൊക്കെ? ഇതിനൊക്കെ എന്തെങ്കിലും ഒരു നിയമങ്ങൾ കൊണ്ടുവരണം. ഉള്ള കാര്യം പറയാലോ. ഇല്ല ഇവന്മാർ ഇത് തന്നെയായിരിക്കും പിന്നെയും ചെയ്യുന്നത്. ഇവന്മാർക്കൊക്കെ നണ്ടെണ്ണം കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്. ഇതിപ്പോൾ ഈ ചെറിയ ചെറിയ ഓൺലൈൻ മീഡിയാസ് ഒന്നും അല്ല, മെയിൻ സ്ട്രീം ചാനൽസ് ഉൾപ്പെടെ ഈ പരിപാടികൾ കാണിക്കുക. പറയുമ്പോൾ എല്ലാവരെയും നമ്മൾ പറയണമല്ലോ. അതും പോരാത്തതിന് ഇവിടെ വേറൊരു സാധനം കാണിച്ചു തരാം. VD സതീശൻ വന്നിട്ടുണ്ടായിരുന്നു മരണത്തിന്. അന്നേരം ഷോള് പൊക്കിക്കൊണ്ട് പിടിച്ചുകൊണ്ട് ഒരുത്തൻ അങ്ങോട്ട് ചെന്നിരിക്കുക. ഇവൻ്റെ സ്വന്തം തന്ത മരിച്ച് കിടന്നു കഴിഞ്ഞാൽ VD സതീശൻ വന്നു കഴിഞ്ഞാൽ ഇവൻ മാലയിടാൻ പോകുമോ? എനിക്കറിയത്തില്ല. ഇവിടെ ഒരു മര്യാദയൊക്കെ വേണ്ടേ? അവരുടെ ഫാമിലി എന്തുമാത്രം വിഷമത്തിലൂടെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ റെസ്പെക്റ്റ് ചെയ്യാതെ കുറേ ക്യാമറക്കാരും പിന്നെ ഇതുപോലത്തെ ഉള്ള കുറേ വായി നോക്കികളും. നിൻ്റെയൊക്കെ ഫാമിലിയിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇഷ്യൂസ് വരുമ്പോഴേ നീയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു വാല്യൂ നിനക്കൊക്കെ മനസ്സിലാവത്തുള്ളൂ. ഇത് എല്ലാം അങ്ങ് കണ്ടൻ്റാണ്, എല്ലാം എടുത്തു വെച്ചിട്ട് കാശുണ്ടാക്കാം എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്തോട്ട് പോകരുത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയൊന്നും അല്ല. എല്ലാ ഈ സെലിബ്രിറ്റീസിൻ്റെ മരണത്തിൻ്റെ നിങ്ങൾ വീഡിയോസ് എടുത്ത് വെച്ച് നോക്കണം. ഇത് തന്നെയാണ്. അവർക്കൊന്നും ആ ഫാമിലിക്ക് ഒരു പ്രൈവസി ഇവന്മാർ കൊടുക്കത്തില്ല. ഇവർ ഇങ്ങനെ ചുറ്റിന് നിൽക്കുക ക്യാമറയും പിടിച്ചുകൊണ്ട്. ഇനി ചന്തുവിൻ്റെ വേറെ വീഡിയോസ് ഉണ്ട്. അവൻ്റെ ചങ്ക് തകർന്നിരിക്കുന്ന സിറ്റുവേഷനായത്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പ്രതികരിക്കുന്നത്. അവൻ്റെ അച്ഛൻ മുന്നിൽ മരിച്ചു കിടക്കും. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് യവന്മാരല്ല ഈ ചുറ്റിനും ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നത്. നിന്നിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനോ ഇരിക്കാനോ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ വീഡിയോയിൽ നിന്ന് അത് വ്യക്തമാണ്. എന്നിട്ട് ഇവനെ വന്ന ആൾക്കാർ ചീത്ത വിളിക്കുവാണ്. അച്ഛൻ്റെ പേര് കളയാനായിട്ട് ഇറങ്ങിയിരിക്കുവാണ് കുറച്ച് അഹങ്കാരിയായ മകൻ. എന്നിട്ട് ആ കമൻറ്റിന് ലൈക്ക് 10-120 പേരും. നിനക്കൊക്കെ എന്തെങ്കിലും ബോധവും വിവരമുണ്ടോ? ഞാൻ ഇതിനകത്ത് വന്ന് കമൻസ് ഞാൻ വായിച്ചു തരാം. അച്ഛൻ്റെ വില നശിപ്പിക്കും. ഇവൻ ഇത്രയ്ക്ക് അഹങ്കാരം വേണോ? ഇത്തിരി മര്യാദയ്ക്ക് പറഞ്ഞൂടെ? എന്ത് മര്യാദയാണ് കാണിക്കേണ്ടത്? ഇവിടെ ഒന്നും ഒരു മര്യാദയും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അടിയാ കൊടുക്കേണ്ടത്. മര്യാദ കാണിക്കേണ്ടതെന്ന്. നിനക്കൊക്കെ എന്തെങ്കിലും തലയ്ക്കോ ലസുണ്ടോ? ഞാൻ അറിയാൻ വേണ്ടി
നീയൊക്കെ വന്നിരുന്ന് നേരം വെളുത്ത ഒരു മൊബൈലും എടുത്തിട്ട് ഇങ്ങനെ ആരെ തെറി പറയാം എന്തുണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുന്നത്. ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും വന്ന് കുറേ പേര് തെറി വിളിക്കുന്നു. ഇതൊക്കെയാണ് നിൻ്റെയൊക്കെ പരിപാടികൾ. ഇതിനകത്ത് അഹങ്കാരമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവൻ്റെ അച്ഛനാണ് മുന്നിൽ മരിച്ചു കിടക്കുന്നത്. അവന് വേറെ ആരും നോക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു വേദനയാണത്. ആ സമയത്ത് അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാതെ ഇങ്ങനെയുള്ള തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാൽ മക്കൾ പ്രതികരിക്കും. അത് യാതൊരു സംശയവുമില്ല. അതിന് ഇങ്ങനെയുള്ള രീതി നീയൊക്കെ വന്ന് കമൻറ്റ് ഇട്ടിട്ട് ഒരു കാര്യവുമില്ല. ബോധമുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടെ വേറൊരു വീഡിയോ ഞാനിവിടെ കാണിച്ചു തരാം. കണ്ടില്ലേ, അവൻ പൊട്ടിക്കരയുമെന്ന്. അല്ലാതെ അവൻ സന്തോഷിക്കുമല്ല. നിൻ്റെയൊക്കെ കണ്ണിൽ മേ ബി അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും ആ പയ്യനെ കൂടെ വന്നിപ്പോൾ എല്ലാവരും കൂടെ തെറി വിളിക്കുന്നത്. ഒരു മര്യാദ വേണം, ഉള്ള കാര്യം പറയാമല്ലോ. ഈ മരണം എന്ന് പറയണത് എല്ലാവർക്കും സംഭവിക്കും. ഓരോരുത്തരുടെ വീടുകളിൽ വരുമ്പോഴേ അതിൻ്റെ വേദന എന്താണെന്ന് നീയൊക്കെ മനസ്സിലാവത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ഓരോ ചെറ്റത്തരങ്ങൾ കാണിക്കാൻ കൊള്ളാവോ? ഒന്ന് ആലോചിക്കുക. ആ ഫാമിലിയുടെ അവസ്ഥയൊന്ന് ആലോചിക്കുക. അവരൊക്കെ നേരെ ഒരു തുള്ളി വെള്ളം പോലും അവരൊന്നും കുടിച്ച് കാണത്തില്ല. അത്രയും മാനസികമായിട്ട് അവരത്രയും ഡൗൺ ആയിട്ടിരിക്കുമായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ നീയൊക്കെ ഈ പണി കാണിക്കുന്നത്. നിന്നെയൊക്കെ എന്തോ ശരിക്കും പറഞ്ഞാൽ വേണ്ടത്? മരണ വീടായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നീയൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്, ശ്വാസം പോലും വിടാതെ ക്യാമറയും പിടിച്ചുകൊണ്ട്. ഇതൊരു വല്ലാത്തൊരു സംഭവമായത്. ഇതിനെന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവരണം. കാര്യം ഒരു രീതിയിൽ ഒരു പ്രൈവസി ഈ ആർക്കും കിട്ടുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേ കണക്ക് തന്നെ പല നടിമാർ നല്ല വൃത്തിയായിട്ട് ഡ്രസ്സ് ധരിച്ച് പോകുമ്പം പോലും യവന്മാരെല്ലാം പല ആംഗിളിലൂടെ ആ ഫോട്ടോസും വീഡിയോസും എടുത്ത് ഏതൊക്കെ രീതിയിലോട്ടാണ് കറക്കി വിടുന്നതെന്നറിയോ? എന്തെല്ലാം പരിപാടികളിലൂടെ കാണിക്കുന്നുണ്ടെന്നറിയോ? അതാണ് ഞാൻ പറഞ്ഞത്. മരണവീടായാലും വേറെ എന്തായി കഴിഞ്ഞാലും ഒരു ബോധവും ഇല്ലാതെയാണ് യവന്മാരെല്ലാവരും പെരുമാറുന്നത്. ഇതിനെതിരെയൊക്കെ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കുക. തോന്നിവാസമല്ലേ കാണിക്കുന്നത്? എന്നിട്ട് അടി കിട്ടിയാലും വേണ്ടില്ല, അത് അവന്മാർക്കെടുത്ത് വിറ്റ് ക്യാഷ് ആക്കണം. ആ ഒരു മൈൻഡിൽ നടക്കുന്ന കുറേ എണ്ണം. പുച്ഛം മാത്രമാണ് എനിക്ക് നിൻ്റെ അടുത്തൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സലീം കുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ച സമയത്ത് നമ്മളെല്ലാവരും ഒരു ഞെട്ടലോടെയാണ് ആ ഒരു വാർത്ത കണ്ടത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ സലീം കുമാറിനെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. എന്നാൽ പോലും നമുക്കൊക്കെ ഭയങ്കര ഒരു വേദന ഉണ്ടാക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കാണുന്ന ഒരു മുഖം, നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചൊരു വ്യക്തി. അപ്പം എല്ലാവർക്കും വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള തോന്നിവാസങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? എന്തായാലും ഇത്രയാണ് സംഭവം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.